വെൽക്കം ടു ലെക്സ് ലെക്ചേഴ്സ്. നമ്മൾ ഇന്ന് ഇവിടെ ഡീൽ ചെയ്യുന്ന ടോപ്പിക്ക് അറസ്റ്റ് ആണ്. അറസ്റ്റ് അണ്ടർ BNSS ആണ്. BNSന്റെ കീഴിൽ നമ്മുടെ അറസ്റ്റിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. BNSSന്റെ കീഴിൽ അറസ്റ്റ് ഡിഫൈൻ ചെയ്തില്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറസ്റ്റിനൊരു മീനിങ് ഇല്ല എന്നുള്ളതല്ല. നമുക്കത് ആ രണ്ട് കേസ് ലോയിലൂടെ നോക്കാം. RR ചാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് ആണ്. ഈ കേസിൻ്റെ അകത്ത് ഹെൽഡ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു ക്രൈം ചാർജ് ചെയ്ത ഒരു വ്യക്തിയെ പോലീസ് ഓഫീസർ കസ്റ്റഡിയിൽ എടുക്കുന്ന ആ പ്രവൃത്തി, ആ ആക്ടിനെയാണ് അറസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് കോർട്ട് ഈ RR ചാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശിന്റെ അകത്ത് ഹെൽഡ് ചെയ്യുന്നത്. റോഷൻ PV വേഴ്സസ് ജോയിന്റ് സെക്രട്ടറി ഓഫ് ദ ഗവൺമെന്റ് ഓഫ് തമിഴ്നാടു, ഇതിൻ്റെ അകത്ത് നമ്മുടെ കോർട്ട് ഹെൽഡ് ചെയ്യുന്നത് നമ്മുടെ എസെൻഷ്യൽസ് ഓഫ് അറസ്റ്റ് ആണ്. നമ്മുടെ ഒരു ലീഗൽ അതോറിറ്റിയുടെ കീഴിലായിരിക്കണം പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സീഷ്യർ ഓഫ് ഡിറ്റൻഷൻ ഓഫ് പേഴ്സൺ ഉണ്ടാവണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലോഫുള്ളി അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിയുടെ മൂവ്മെന്റ് പോലീസ് ഓഫീസർ റെസ്ട്രെയിൻ ചെയ്യണം. അതാണ് സീഷ്യർ ഓഫ് ഡിറ്റൻഷൻ ഓഫ് പേഴ്സൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ആ പോലീസ് ഓഫീസറിന്റെ ലോഫുൾ കസ്റ്റഡിയിലായിരിക്കണം ഈ അക്യൂസ്ഡ് അല്ലെങ്കിൽ ഈ സസ്പെക്റ്റഡ് പേഴ്സൺ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓറൽ ഡിക്ലറേഷൻ ഓഫ് അറസ്റ്റ് ഉള്ളത്, ദാറ്റ് മീൻസ് ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്തു എന്ന് ഓറലി ഡിക്ലെയർ ചെയ്യുന്ന ഒരിക്കലും ഒരു അറസ്റ്റ് അല്ല. അവിടെ ആക്ച്വൽ കൺഫൈൻമെന്റ് തന്നെ അറസ്റ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കത്തുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് റോഷൻ PV വേഴ്സസ് ജോയിന്റ് സെക്രട്ടറി ഓഫ് ദ ഗവൺമെന്റ് ഓഫ് തമിഴ്നാടു എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് കോർട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് കേസ് ലോസും നമുക്ക് ഈ essay ഒക്കെ വരുമ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും. നമ്മുടെ ഈ അറസ്റ്റ് BNSSന്റെ കീഴിൽ ഡിഫൈൻ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് നമ്മുടെ ഈ അറസ്റ്റ് എന്ന് പറഞ്ഞ ഈ ടേമിന് ഒരു അർത്ഥമില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. അറസ്റ്റ് എന്ന് പറഞ്ഞ ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താന്ന് വെച്ചാല്, ഇപ്പം ഒരു വ്യക്തി ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഒഫൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഒഫൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ സംശയം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പോലീസ് ഓഫീസറിന് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ആക്ടിനെയാണ് നമ്മൾ അറസ്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് അറസ്റ്റ് എന്താണെന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് സെക്ഷൻ 35, വെൻ പോലീസ് ഓഫീസർ മേ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്. വാറണ്ട് ഇല്ലാതെ നമ്മുടെ പോലീസ് ഓഫീസറിനെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്നാണ് സെക്ഷൻ 35 ഓഫ് BNSS പറയുന്നത്. നമ്മുടെ പോലീസ് ഓഫീസറിന്റെ മുമ്പിൽ ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ, ഒരു വ്യക്തി പോലീസ് ഓഫീസറിന്റെ മുമ്പിൽ ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ, പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പോലീസ് ഓഫീസറിന് കിട്ടുന്ന കംപ്ലൈന്റിന്റെ ബേസിൽ, അല്ലെങ്കിൽ പോലീസ് ഓഫീസറിന് കിട്ടുന്ന ഇൻഫോർമേഷന്റെ ബേസിൽ, അല്ലെങ്കിൽ പോലീസ് ഓഫീസറിന് ഒരു സംശയം തോന്നുകയാണ്, ഒരു വ്യക്തി ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു. ആ കൊഗ്നൈസബിൾ ഒഫൻസിന് 7 വർഷത്തിന് താഴെ അല്ലെങ്കിൽ 7 വർഷം വരെ പണിഷ്മെന്റ് കിട്ടുന്ന ഒഫൻസ് ആണ് വിത്തൗട്ട് ഫൈന്. അങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ ആ വ്യക്തിയെ വാറന്റ് ഇല്ലാതെ പോലീസ് ഓഫീസറിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. രണ്ട് സാഹചര്യമാണ് ഉള്ളത്. ഫസ്റ്റ്, പോലീസ് ഓഫീസറിന്റെ പ്രസൻസിൽ ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത വ്യക്തി. രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഓഫീസറിന് കിട്ടിയ ഇൻഫോർമേഷന്റെ ബേസിസിൽ, അല്ലെങ്കിൽ കംപ്ലൈന്റിന്റെ ബേസിസിൽ, അല്ലെങ്കിൽ പോലീസ് ഓഫീസറിന് ഒരു സംശയം തോന്നുകയാണ് ഇദ്ദേഹം ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു, that is punishable with less than 7 year imprisonment or up to 7 year imprisonment with or without fine. ഈ സാഹചര്യങ്ങൾ വന്നാലും നമ്മുടെ പോലീസ് ഓഫീസറിന് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഇങ്ങനെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. ആദ്യത്തെ കണ്ടീഷൻ എന്താന്ന് വെച്ചാല്, ഈ വ്യക്തി ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കാൻ മതിയായ കാരണങ്ങൾ ഉണ്ടാവണം. അതാണ് പറയുന്നത്, പോലീസ് ഓഫീസർ ഹാസ് റീസൺ ടു ബിലീവ് ദാറ്റ് പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് ദ സെയ്ഡ് ഒഫൻസ്. അതുപോലെ തന്നെ ഈ താഴെ പറഞ്ഞ കുറച്ച് സർക്കംസ്റ്റൻസുകളുണ്ട്. ഈ സർക്കംസ്റ്റൻസുകൾ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുകയും വേണം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് റീസൺസ് ഉണ്ടാവണം. പോലീസ് ഓഫീസറിന്
വിശ്വസിക്കാൻ പറ്റിയ ഒരു റീസൺ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം പോലീസ് ഓഫീസർ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. നമുക്കിപ്പോ നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് ഓഫീസർ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് മൂലം ഫ്യൂച്ചറിൽ ഒരു ഒഫൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫസ്റ്റത്തെ കണ്ടീഷൻ. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഒഫൻസ് ഉണ്ടല്ലോ, ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്ന ആ ഒഫൻസിന്റെ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷന് ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് അനിവാര്യമാണ്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒഫൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എവിഡൻസുകളൊക്കെ ഇല്ലേ, ഈ എവിഡൻസുകൾ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ദാറ്റ് മീൻസ് കൺസീൽ ചെയ്യാനോ, മീൻസ് മറച്ചു വെക്കാനോ, ഡിസപ്പിയർ ചെയ്യാനോ, നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാനോ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇദ്ദേഹം നമ്മുടെ ഈ കേസിന്റെ ഫാക്റ്റുമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ ഇൻഫ്ലുവൻസ് ചെയ്ത് പേടിപ്പിച്ച് അല്ലെങ്കിൽ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് അവരെ ഈ കേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റ് ഡിസ്ക്ലോസ് ചെയ്യാതെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ നമ്മൾ കോർട്ടിന് മുമ്പിൽ പ്രസന്റ് ചെയ്യേണ്ട സമയത്ത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസൻസ് ഉണ്ടാവത്തില്ല എന്ന് തോന്നി. ദാറ്റ് മീൻസ് ഇപ്പൊ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ആ വ്യക്തിനെ ഇപ്പം 12-ാം തീയതി കോർട്ടിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അദ്ദേഹം 12-ാം തീയതി അപ്പിയർ ചെയ്യത്തില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഓഫീസർ റീസൺ എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള റീസണ് റൈറ്റിംഗിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് ഓഫീസറിന് തോന്നുകയാണ് ഈ വ്യക്തി ഒരു കൊഹനൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. പോലീസ് ഓഫീസറിന് മതിയായ കാരണങ്ങളുണ്ട് വിശ്വസിക്കാൻ ഇദ്ദേഹം ഒരു കൊഹനൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു. ആ കൊഹനൈസബിൾ ഒഫൻസിന് 7 വർഷം അല്ലെങ്കിൽ 7 വർഷത്തിൽ കൂടുതൽ ഇംപ്രിസ്മെന്റ് പണിഷ്മെന്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഒഫൻസ് ആണ് വിത്ത് ഓർ വിത്തൗട്ട് ഫൈന് അല്ലെങ്കിൽ ഡെത്ത് സെന്റൻസ് കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് ഓഫീസറിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. പിന്നെ ഉള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിന്റെ ഓർഡർ പ്രകാരമോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഓർഡർ പ്രകാരമോ അല്ലെങ്കിൽ ഈ BNSS കോഡ് പ്രകാരമോ ഒരു പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആയിട്ട് ഡിക്ലെയർ ചെയ്ത ഒരു വ്യക്തിയെ നമുക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ മോഷ്ടിക്കുന്ന വസ്തുക്കളുണ്ടല്ലോ, നമ്മൾ മോഷണ വസ്തുക്കൾ കൈവശമുള്ള വ്യക്തികൾ, അങ്ങനെ മോഷണ വസ്തുക്കൾ കൈവശമുള്ള വ്യക്തികൾ അപ്പൊ നമ്മുടെ പോലീസ് ഓഫീസർ വിശ്വസിക്കുകയാണ് ഈ വ്യക്തി ഈ മോഷണ വസ്തു സംബന്ധമായി എന്തെങ്കിലും ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സംശയിക്കുകയാണെങ്കിൽ ആ മോഷണ വസ്തു കൈവശമുള്ള ആ വ്യക്തിയെ നമുക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ പോലീസ് ഓഫീസറിന്റെ ഡ്യൂട്ടിനെ ഒബ്സ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ പോലീസ് ഓഫീസർ തന്റെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി തന്റെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ തന്റെ ഡ്യൂട്ടി ചെയ്യാതെ ഒബ്സ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് നമ്മുടെ പോലീസ് ഓഫീസറിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ലോഫുൾ ആയിട്ടുള്ള കസ്റ്റഡിയിൽ നിന്ന് ഒരു വ്യക്തി എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ലോഫുൾ കസ്റ്റഡിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും ആ വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ആർമഡ് ഫോഴ്സസിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചോടി പോരത്തില്ലേ, ഡെസേർട്ടർ എന്ന് പറയും. അങ്ങനെയുള്ള ഡെസേർട്ടർ എന്ന് സംശയിക്കുന്ന വ്യക്തികളെയും നമുക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു വ്യക്തി നമ്മുടെ ഇന്ത്യയുടെ പുറത്ത് ഔട്ട്സൈഡ് ഇന്ത്യ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു, അതുപോലെ തന്നെ ആ ഒഫൻസിന് പണിഷ്മെന്റ് കിട്ടിയത്
ഇന്ത്യക്കകത്താണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ എക്സ്ട്രാഡിഷന് ലൈബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. എക്സ്ട്രാഡിഷൻ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്താണ്, ഒരു കൺട്രി മറ്റൊരു കൺട്രിക്ക് ഒരു വ്യക്തിയെ ലീഗലി ഹാൻഡ് ഓവർ ചെയ്യുന്നതിനെയാണ് എക്സ്ട്രാഡിഷൻ എന്ന് പറയുന്നത്. അപ്പം എക്സ്ട്രാഡിഷന് ലൈബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കൺവിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ റിലീസ് ചെയ്തു. അപ്പൊ റിലീസ് ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് അദ്ദേഹം ഫോളോ ചെയ്യണം. ഇന്ന സ്ഥലത്തെ റെസിഡൻസ് ഇന്ന സ്ഥലത്തെ പാടുള്ളൂ, മീൻസ് ഈ ജില്ല വിട്ട് പോകരുത് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള കുറച്ച് റൂൾസ് കാണും. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ ഓഫ് റെസിഡൻസിന് എന്തെങ്കിലും ഒരു വയലേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് ഓഫീസറിന് ആ വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു പോലീസ് ഓഫീസറിന് മറ്റൊരു പോലീസ് ഓഫീസറിൽ നിന്നും ഒരു റിക്വസ്റ്റ് കിട്ടുകയാണ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ പോലീസ് ഓഫീസറിന് ആ വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. റിക്വസ്റ്റ് ചെയ്ത ആ പോലീസ് ഓഫീസറിന് അദ്ദേഹത്തിനെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് എ ആണ് ബിയോട് ഇപ്പൊ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചോ. അപ്പൊ എക്ക് അദ്ദേഹത്തിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ബിക്ക് ഈ റിക്വസിഷൻ പ്രകാരം വാറണ്ട് ഇല്ലാതെ ആ അക്യൂസ്ഡിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വെൻ എ പോലീസ് ഓഫീസർ ക്യാൻ അറസ്റ്റ് വിത്തൗട്ട് വാറന്റ്. നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. നമ്മുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അറസ്റ്റ് വിത്തൗട്ട് വാറന്റിന് നോൺ കൊഗ്നൈസബിൾ ഒഫൻസസ് ആണ്. സെക്ഷൻ 35 സബ്സെക്ഷൻ 2 ഓഫ് BNSS ആണ് നമ്മുടെ അറസ്റ്റ് വിത്തൗട്ട് വാറന്റിൻ നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് സെക്ഷൻ 35 സബ് ക്ലോസ് 2 പ്രകാരം നമുക്ക് വാറന്റ് ഇല്ലാതെ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ ഓർഡർ ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല ഒരു നോൺ കൊഗ്നൈസബിൾ ഒഫൻസിന്റെ അകത്ത് എന്നാണ് ജനറൽ റൂള്. സെക്ഷൻ 35 സബ് ക്ലോസ് 2 പ്രകാരം ഒരു നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത ഒരു വ്യക്തിയെ വാറന്റ് ഇല്ലാതെ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ ഓർഡർ ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ജനറൽ റൂൾ. പക്ഷെ ഇതിനൊരു എക്സെപ്ഷൻ ആയിട്ടാണ് നമ്മുടെ സെക്ഷൻ 39 വരുന്നത്. ഇപ്പം ഒരു വ്യക്തി നമ്മുടെ പോലീസ് ഓഫീസറിന്റെ മുമ്പിൽ പ്രസൻസിൽ ഒരു നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ പേരും അഡ്രസ്സും തരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം തന്ന പേരും അഡ്രസ്സും എന്ന് പറയുന്ന പോലീസ് ഓഫീസർ വിശ്വസിക്കുന്നു തെറ്റാണെന്ന് വിശ്വസിക്കുക, അദ്ദേഹം തന്ന പേരും അഡ്രസ്സും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ പോലീസ് ഓഫീസറിന് വാറന്റ് ഇല്ലാതെ ആ നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ശരിയായ പേരും അഡ്രസ്സും ഒക്കെ അസർട്ടൈൻ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ബോണ്ട് അല്ലെങ്കിൽ ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം റിലീസ് ചെയ്യാം. ബോണ്ട് എന്താണ്, ബെയിൽ ബോണ്ട് എന്താണെന്നൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോസിൻ്റെ അകത്ത് നോക്കിയതാണ്, നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ അദ്ദേഹത്തിന്റെ നെയിമും അഡ്രസ്സും അസർട്ടൈൻ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ബോണ്ട് അല്ലെങ്കിൽ ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് റിലീസ് ചെയ്യാം. ഇപ്പം 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരും അഡ്രസ്സും അസർട്ടൈൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ജൂറിസ്ഡിക്ഷൻ ഉള്ള ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ജനറൽ റൂൾ എന്ന് പറഞ്ഞാൽ 35 സബ് ക്ലോസ് 2ന്റെ അകത്ത് പറയുന്നത് നോൺ കൊഗ്നൈസബിൾ ഒഫൻസിന്റെ അകത്ത് നമ്മുടെ വാറന്റ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ ഓർഡർ ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷെ 39 അതിനൊരു എക്സെപ്ഷൻ ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ പോലീസ് ഓഫീസറിന്റെ മുമ്പിൽ ഒരു നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് ഒരു വ്യക്തി കമ്മിറ്റ് ചെയ്തു, അദ്ദേഹത്തിന്റെ നെയിമും അഡ്രസ്സും തരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നെയിമും അഡ്രസ്സും തെറ്റാണ് എന്ന് തോന്നിയാൽ അദ്ദേഹത്തിനെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നെയിമും അഡ്രസ്സും അസർട്ടൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ റിലീസ് ചെയ്യണം. 24 മണിക്കൂറിനുള്ളിൽ നെയിമും അഡ്രസ്സും അസർട്ടൈൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം. ജൂറിസ്ഡിക്ഷൻ ഉള്ള ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെക്ഷൻ ആണ് അറസ്റ്റ് വിത്തൗട്ട് വാറന്റ് ഇൻ നോൺ കൊഗ്നൈസബിൾ ഒഫൻസസ്. നോട്ടീസ് ഓഫ് അപ്പിയറൻസ് ബിഫോർ പോലീസ് ഓഫീസർ സെക്ഷൻ 35 സബ് ക്ലോസ് 3 നോട്ടീസ് ഓഫ് അപ്പിയറൻസിനെ പറ്റി പറയുന്നത്. ഇപ്പൊ നമ്മുടെ
പോലീസ് ഓഫീസറിന് ഒരു കംപ്ലൈന്റ് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു ക്രെഡിബിൾ ഇൻഫോർമേഷന്റെ ബേസിസിൽ, അല്ലെങ്കിൽ പോലീസ് ഓഫീസർ സംശയിക്കുകയാണ് ഒരു വ്യക്തി ഒരു കൊഹിനൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് സംശയിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റിന്റെ ബേസിൽ പോലീസ് ഓഫീസർ വിശ്വസിക്കുകയാണ് ഒരു വ്യക്തി കൊഹിനൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ പോലീസ് ഓഫീസറിന് കിട്ടിയ ഒരു ഇൻഫോർമേഷന്റെ ബേസിസിൽ ഒരു വ്യക്തി കൊഹിനൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് പോലീസ് ഓഫീസറെ വിശ്വസിക്കുകയാണ്. പക്ഷേ സെക്ഷൻ 35 സബ് ക്ലോസ് 1ന്റെ അകത്ത് കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യേണ്ട കുറെ സർക്കംസ്റ്റൻസസ്, ദാറ്റ് മീൻസ് ഫ്യൂച്ചർ ക്രൈം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അത് ഇത് എന്നൊക്കെ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. പക്ഷെ ആ സബ്സെക്ഷൻ പ്രകാരം ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പോലീസ് ഓഫീസറിന് കിട്ടിയ ഇൻഫോർമേഷനും കംപ്ലൈന്റും, അതുപോലെ തന്നെ പോലീസ് ഓഫീസറിന് ഒരു സംശയമുണ്ട് ഇദ്ദേഹം ഒരു കോഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തെന്ന്. പക്ഷേ നമ്മുടെ 35 സബ്സെക്ഷൻ 1 പ്രകാരം കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോൾ, സർക്കംസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു സർക്കംസ്റ്റൻസും ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഇല്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, ഇങ്ങനെയുള്ള ഒരു സർക്കംസ്റ്റൻസസിൽ നമ്മൾ എന്താണ്, ഈ സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ വ്യക്തിക്ക് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ആ നോട്ടീസിന്റെ ടേംസ് ഇദ്ദേഹം പാലിച്ചിരിക്കണം, കംപ്ലൈ ചെയ്തിരിക്കണം. ഈ നോട്ടീസിന്റെ ടേംസ് അദ്ദേഹം കംപ്ലൈ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. കംപ്ലൈ ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ പോലീസ് ഓഫീസറിന് തോന്നുകയാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് തോന്നുകയാണെങ്കിൽ റീസൺസ് റെക്കോർഡ് ചെയ്തിട്ട് പോലീസ് ഓഫീസറിന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാം. അതാണ് നോട്ടീസ് ഓഫ് അപ്പിയറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നുള്ളൊരു സംശയം, അല്ലെങ്കിൽ നമ്മുടെ കംപ്ലൈന്റിന്റെ ബേസിസിൽ, അല്ലെങ്കിൽ ഇൻഫോർമേഷന്റെ ബേസിസിൽ ഇദ്ദേഹം ഒരു കോഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് പോലീസ് ഓഫീസർ ബിലീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ സബ്സെക്ഷൻ 1 സെക്ഷൻ 35 പ്രകാരം ഉള്ള ഒരു സാഹചര്യം ഇല്ല. ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യത്തില്ല. അദ്ദേഹത്തിന് ഒരു നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് കംപ്ലൈ ചെയ്യുവാണെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കംപ്ലൈ ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യും. ഇപ്പൊ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു സാഹചര്യമാണ് പോലീസ് ഓഫീസറിനെങ്കിൽ പോലീസ് ഓഫീസറിന് റീസൺസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ അറസ്റ്റ് ഓഫ് പേഴ്സൺ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്, മനസ്സിലാക്കിയാലും മതി. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആണ്. നമ്മുടെ ഈ അറസ്റ്റ് ഓഫ് പേഴ്സണിന്റെ ബാക്കി സെക്ഷൻസ് ഞാൻ ഈ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും.